എല്ലാവർക്കും നമസ്കാരം. ദേശീയ സംസ്കാരം എല്ലാവർക്കും നമസ്കാരം. ഇന്നാണ് ദേശീയ സംസ്ഥാന അവാർഡുകൾ പ്രഖ്യാപിക്കുന്നത്. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ 12 മണിക്കും ദേശീയ ചലച്ചിത്ര അവാർഡുകൾ 3 മണിക്കുമാണ് പ്രഖ്യാപിക്കുന്നത്. ദേശീയ അവാർഡുകളിലേക്ക് നമ്മുടെ മമ്മൂക്കയും ഋഷഭ് ഷെട്ടിയുമാണ് പരിഗണിക്കപ്പെടുന്നത്. അതുപോലെ സംസ്ഥാന അവാർഡുകളിലേക്കാണെങ്കിൽ പൃഥ്വിരാജിനെയും മമ്മൂക്കയും തന്നെയാണ് പരിഗണിക്കുന്നത്. ഇതിലെ ഒരു പ്രത്യേകത എന്തെന്നാൽ ദേശീയ അവാർഡിലും അതുപോലെ സംസ്ഥാന അവാർഡിലും നമ്മുടെ സ്വന്തം മമ്മൂക്കയെ പരിഗണിക്കുന്നുണ്ട്. രണ്ടിലും ഒരുപോലെ പരിഗണിക്കുന്നുണ്ട്. 71 വയസ്സുള്ള മമ്മൂക്ക മത്സരിക്കുന്നത് 40 വയസ്സുള്ള പൃഥ്വിരാജിനോടും ഋഷഭ് ഷെട്ടിയോടുമാണ്. മമ്മൂട്ടിക്ക് ഈ 2 അവാർഡുകളും കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. ദേശീയ അവാർഡുകൾ ഇപ്പോൾ നമുക്ക് പരിഗണിക്കേണ്ട, നമുക്ക് സംസ്ഥാന അവാർഡുകളെ കുറിച്ച് ചർച്ച ചെയ്യാം. മികച്ച നടിമാർ ആരാണെന്ന് ചോദ്യം ഉയരുമ്പോൾ പ്രധാനമായും സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ ഉയരുന്ന പേരുകൾ പാർവതിയുടെയും നമ്മുടെ ഉർവശിയുടെയുമാണ്. അവർ രണ്ടുപേരും ഉള്ളൊഴുക്ക് എന്ന പറഞ്ഞ സിനിമയിൽ അല്ലെങ്കിൽ ഉള്ളൊഴുക്ക് എന്ന സിനിമയിൽ മികച്ച രീതിയിൽ തന്നെയാണ് മത്സരിച്ച് അഭിനയിച്ചിട്ടുള്ളത്. അത് കാരണം അവിടെ ഒരു സംശയമാണ് ആർക്കാണ് കിട്ടുക എന്നുള്ളത്. എന്നാൽ ഇവിടെ പൃഥ്വിരാജിന്റെയും അതുപോലെ തന്നെ മമ്മൂട്ടിയുടെയും ആണല്ലോ പേര് പ്രധാനമായിട്ടും വരുന്നത്. അതായത് പുരുഷ കഥാപാത്രങ്ങളിൽ ഏറ്റവും മികച്ച എന്ന രീതിയിൽ വരുമ്പോൾ പൃഥ്വിരാജിന്റെയും മമ്മൂക്കയുടെയുമാണ് വരുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം പൃഥ്വിരാജിന്റെ ആടുജീവിതം എന്ന തൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് പടവും ഏറ്റവും അധികം കഷ്ടപ്പാടുകളും ത്യാഗവും ഒക്കെ ഉണ്ടായിട്ടുള്ള സിനിമയാണ്. എന്നാലും നമ്മുടെ മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയ്ക്കും കാതൽ എന്ന സിനിമയിലെ അഭിനയത്തിനുമാണ് അവാർഡിനായി പരിഗണിച്ചിട്ടുള്ളത്. മികച്ച രീതിയിൽ തന്നെയാണ് മമ്മൂക്കയും ഇവിടെ അഭിനയിച്ചിട്ടുള്ളത്, അതിലൊരു സംശയമില്ല. മമ്മൂക്ക അഭിനയിച്ച ഈ 2 സിനിമകളും പൃഥ്വിരാജിന്റെ ആടുജീവിതം എന്ന സിനിമയുടെ കഷ്ടപ്പാടിന്റെ അത്ര വരുമോ എന്നുള്ളത് സംശയമാണ്. അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ആ ഒരു സംശയം. പൃഥ്വിരാജ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി, ആടുജീവിതം എന്നൊരു സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് കാലം മാറ്റിവെച്ച ഒരാളാണ്. ഏകദേശം 16 കൊല്ലമൊക്കെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരാൾ മാറ്റിവെക്കുക എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ ആ സിനിമയിലെ സിനിമാ പ്രവർത്തകർ അത്രയും കൊല്ലം അതിനുവേണ്ടി ത്യാഗം സഹിച്ചിട്ടുണ്ട്. ഇനി ആ ഒരു സമയം പരിഗണിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി എടുത്ത ട്രാൻസ്ഫോർമേഷൻ അത് നമ്മൾ ഒരിക്കലും കാണാതെ പോകരുത്. അഭിനയം എന്ന് പറയുമ്പോൾ ആ ഒരു കഥാപാത്രത്തിന് വേണ്ടി ആ ഒരു നടൻ എത്രമാത്രം രൂപത്തിലും ഭാവത്തിലും മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് കൂടി പരിഗണിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഇവിടെ നമുക്കറിയാം പൃഥ്വിരാജ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി എടുത്ത കഷ്ടപ്പാടുകൾ. ഇതിൽ അദ്ദേഹം വെയിറ്റ് കുറയ്ക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്, വെയിറ്റ് കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഏകദേശം 90 കിലോയിൽ നിന്നാണ് അദ്ദേഹം വെയിറ്റ് വളരെയധികം കുറയ്ക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഭക്ഷണം പോലും ഒഴിവാക്കേണ്ടി വന്നിട്ടുള്ള പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ മരുഭൂമിയിലാണ് ഷൂട്ടും കാര്യങ്ങളൊക്കെ, വെള്ളം പോലും കുടിക്കാതിരുന്നിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ വന്നിരുന്നു. ആ സിനിമയിലുള്ള എല്ലാവരും ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ആടുജീവിതം വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകും പൃഥ്വിരാജ് എത്രമാത്രം ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന്. എന്താണ് അഭിനയം എന്ന് ചോദിച്ചാൽ ഒരു നടൻ അല്ലെങ്കിൽ ഒരു നടി ആ കഥാപാത്രത്തിന്റെ വികാരങ്ങൾ, ചിന്തകൾ, സ്വഭാവം എന്നിവയെ അവരുടെ ശരീരഭാഷ, ശബ്ദം, മുഖഭാവം എന്നിവ ഉപയോഗിച്ച് പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. ആ ഒരു കാര്യത്തിൽ പൃഥ്വിരാജ് വളരെ മുന്നിട്ട് നിൽക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ഒരു അവാർഡ് പരിഗണിക്കുമ്പോൾ പൃഥ്വിരാജ് അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആടുജീവിതം സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ സാധിക്കും, ആ സിനിമയിൽ പൃഥ്വിരാജിന്റെ ശബ്ദം പോലും ഒരുപക്ഷെ നജീബിനെ പോലെ തന്നെയാണ്. എന്തായാലും ഇത്തവണത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പൃഥ്വിരാജിനാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ദേശീയ അവാർഡിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ മമ്മൂക്ക ആയിരിക്കാം മികച്ചു നിന്നത്. എന്തായാലും ഇന്ന് 12 മണിയാകുമ്പോൾ നമുക്ക് വിവരങ്ങൾക്കൊക്കെ ഏകദേശം ലഭ്യമാകുമല്ലോ. അപ്പോൾ നമുക്ക് അതുവരെ കാത്തിരിക്കാം, അതിനുവേണ്ടി കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ആർക്കാണ് അവാർഡ് കിട്ടാൻ സാധ്യത എന്ന് കമൻറ്റിൽ പറയുക. താങ്ക്